അപ്പൊ ഈ ഒരു വർഷം എന്തായാലും 50 നോമ്പ് നമ്മൾ എടുത്തിട്ടോ. സാധാരണ നമ്മൾ എടുക്കാറില്ല. 25 നോമ്പ്, ക്രിസ്മസിന്റെ നോമ്പ് നമ്മൾ എടുക്കാറുണ്ട്. കാരണം അത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നും. കുറച്ച് ദിവസമുള്ള ഒരു മാസം നിൽക്കുമ്പോഴേക്കും അത് കഴിയണ കാരണം പറ്റാറുണ്ട്. അപ്പൊ 50 നോമ്പ് വീട്ടിലൊക്കെ ഉള്ളപ്പോ എടുക്കാറുണ്ട്. ഇപ്പൊ മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ നമുക്ക് വേണ്ടി മാത്രം വേറെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കാരണമാണ് ഉണ്ടാക്കാത്തത്. അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ നോമ്പ് 50 ദിവസത്തെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ പാതി നോമ്പിലെത്തി നിൽക്കാണ്. അതായത് മിഡ് ലെൻഡ് എന്ന് പറയും. അതായത് 50 ദിവസം 25 ദിവസം ഇപ്പൊ നമ്മുടെ നോമ്പിന്റെ തുടങ്ങിയിട്ട് ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒരു 25 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റർ. അപ്പൊ നമ്മുടെ സൈഡിലോട്ട്, അതായത് തൃശ്ശൂർ സൈഡിലൊക്കെ ഈ ഒരു 50 നോമ്പിന്റെ ഇതിന്റെ ഇടയിൽ 25 നോമ്പ്, അതായത് ഈ പാതി നോമ്പ് ആവുന്ന സമയത്ത് നോമ്പിന്റെ പകുതി ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇണ്ടേറിയപ്പം എന്ന് പറയും. ഇണ്ടേറിയപ്പം എന്നൊക്കെയാണ് നമ്മുടെ സൈഡിലോട്ട് പറയാ. അപ്പൊ അത് എന്തായാലും ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുട്ടികൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല, ഹസ്ബൻഡ് കഴിക്കുമെന്ന് അറിയില്ല, ആരും കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചളവിൽ ഞാൻ ഉണ്ടാക്കണുള്ളൂ. എല്ലാവരും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇത് വേസ്റ്റ് ആവും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ കഴിക്കണല്ലോ. അപ്പൊ എന്തായാലും ഇന്നെന്തായാലും 25 നോമ്പ്, അതായത് 25 ദിവസം നോമ്പിന്റെ ആയി പകുതി ആവുമ്പോ നമ്മുടെ നാട്ടില് നമ്മുടെ സൈഡിലോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇണ്ടേറിയപ്പം. അപ്പൊ അതെന്തായാലും ഉണ്ടാക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഉള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാന്ന്. പിന്നെ ചില സൈഡിലോട്ട് അല്ലെങ്കിൽ ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തന്നെ നമ്മുടെ പെസഹാപ്പം ഉണ്ടാക്കുമല്ലോ. അതായത് നമ്മുടെ വ്യാഴത്തിന്റെ അന്ന് നമ്മളൊരു പാല് കുറുക്കിയതും പെസഹാപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. അപ്പൊ ആ ഒരു സമയത്ത് ചില ആളുകൾ ഈ ഒരു ഇണ്ടേറിയപ്പാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമ്മളത് അന്ന് ഉണ്ടാക്കുന്നത് വേറെ പെസഹാപ്പം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത് വേറെ ഇണ്ടേറിയപ്പം. പെസഹാപ്പം എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് പെസഹാവ്യാഴത്തിന്റെ അന്ന് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്നപ്പോ നമ്മള് ഇണ്ടേറിയപ്പം ഉണ്ടാക്കണം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് ഉഴുന്നും പിന്നെ ഉഴുന്നും പരിപ്പും പിന്നെ അരിപ്പൊടിയാണ് മെയിൻ ആയിട്ട് വേണ്ട സംഭവം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നെടുത്തിട്ട് നമുക്കൊരു കപ്പ് ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു 2 മണിക്കൂർ വെക്കാം. അപ്പൊ ഞാൻ 2 മണിക്കൂർ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മുടെ ഉഴുന്നൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 മണിക്കൂറാണ് ഞാൻ വെച്ചത്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു 9 മണിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒരു 11 മണി കഴിഞ്ഞു. അപ്പൊ അത് കുതിർന്ന് കുറച്ചിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ലി മാവിനൊക്കെ അരക്കില്ലേ, അപ്പൊ അത് ഉഴുന്നും അരിപ്പൊടി നമ്മൾ അരക്കണ പോലെ തന്നെ ആ ഒരു പാകത്തില് നമുക്കത് അരച്ചെടുക്കാം. ഫസ്റ്റ് അരക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അരിപ്പൊടി ഞാൻ എടുക്കണം. നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കണ പൊടി ഉണ്ടല്ലോ, നൈസ് അങ്ങനത്തെ പൊടി. ഞാനത് അങ്ങനത്തെ അരിപ്പൊടി നമുക്ക് ഇങ്ങനെ ലുലുവിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പൊ ആ അരിപ്പൊടിയാണ് എടുക്കണം. അപ്പൊ അതൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഉഴുന്നും പരിപ്പ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിപ്പൊടി എന്നുള്ള ഒരു അളവിലാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ഇഡ്ലി മാവിനൊക്കെ അരക്കണ ആ ഒരു എന്താ പറയാ കൺസിസ്റ്റൻസിയിൽ നമുക്കിതിങ്ങനെ അരച്ചെടുക്കാം. ഫസ്റ്റ് ഞാനപ്പോൾ ഉഴുന്നും പരിപ്പ് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് ഒരു 2 മണിക്കൂർ ഇട്ടിട്ട് നന്നായി കുതിർത്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നുണ്ടായിരുന്നത്. ഉഴുന്ന് അങ്ങനെ ഞാൻ അരച്ചെടുത്തു കേട്ടോ. ഉഴുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടി മിക്സ് ചെയ്യാണ്. കാരണം ഇതിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ മാവൊക്കെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് നമ്മൾ ഇഡ്ലിക്കൊക്കെ അരക്കണ ഒരു പരിവായിരിക്കണം. കൂടുതൽ ലൂസായി പോവാൻ പാടില്ല. കാര്യം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ദോശ പോലെ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്യുക. അതുപോലെ പരത്തി നൈസ് ആക്കില്ല, കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയണത് അത്ര എന്താ പറയാ ലൂസായിട്ട് പോയിരുന്നെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് വെള്ളം കൂടിയ പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു അളവിലേക്ക് നമ്മൾ ഇഡ്ലി മാവൊക്കെ ആക്കുന്ന ആ ഒരു ഇതിലേക്ക് മാറ്റിയാൽ മതി. മെയിൻ ആയിട്ടുള്ള സംഭവം റെഡിയാക്കി. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ട വേറെ സാധനങ്ങൾ എന്താന്നൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 4-5 അല്ലി വെളുത്തുള്ളി വേണം. ഒരു 10-12 അല്ലി ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടത് നാളികേരം വേണ്ടത് ഒരു കപ്പൊക്കെ നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഒഴിക്കാനും വേണം. അതായത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയും ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ നാളികേര കൊത്ത് വേണം. അതായത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളികേര കൊത്താക്കിയിട്ടുള്ളത് കുറച്ച് മാറ്റി വെക്കണം. പിന്നെ ഒരു കപ്പൊക്കെ ഇതിലേക്ക് നമുക്കിങ്ങനെ അരച്ചൊഴിക്കാനും വേണം. പിന്നെ വേണ്ടത് ഒരു കുഞ്ഞൊരു സ്പൂണ് ജീരകം, നല്ല ജീരകവും വേണം. വേറൊരു കാര്യം കൂടി വേണ്ടത് കുറച്ച് വേപ്പിന്റെ ഇലയാണ് കേട്ടോ. വേപ്പിന്റെ ഇല കുറച്ച് അധികം വേണം, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു അപ്പം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഉള്ള പോലെ വേണം. അതായത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചുവന്നുള്ളി ആയാലും വേപ്പിന്റെ ഇല ആയാലും നാളികേരക്കൊത്തൊക്കെ ആയാലും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മാവിലേക്ക് മിക്സ് ചെയ്യുക. ഞാനെടുക്കുന്ന ആ ഒരു അളവ് വെച്ചിട്ടാണെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 10 ചുവന്നുള്ളി. അതിൽ ചുവന്നുള്ളിയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കൂടുതലുണ്ടാകുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ വെളുത്തുള്ളി നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ അരച്ചിട്ട് അതിലേക്ക് പേസ്റ്റ് അതിലേക്ക് ചേർക്കാനാണ്. പക്ഷേ ചുവന്നുള്ളി നമ്മളിതുപോലെ വെളിച്ചെണ്ണയിൽ നന്നായി വറുത്ത്, അതായത് മുരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പറയാം വേണമെങ്കിൽ വേണ്ടടാ. ചുവന്നുള്ളി അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ അരിയേണ്ടത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നീളത്തിൽ കട്ട് ചെയ്യാന്ന് പറയില്ല, അതുപോലെ ചുവന്നുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ മീൻ കറി അതൊക്കെ കാച്ചാനായിട്ട് എടുക്കണ പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ 10 എന്നുള്ളത് ഒരു 12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇത് കൂടുതലുണ്ടാകുമ്പോഴായിരിക്കും നമുക്കിതിന് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം എടുത്താലും വലിയ പ്രശ്നമില്ല, എന്നാലും ഒരു 10 അല്ലിയെങ്കിലും എടുക്കണം. പിന്നെ നമുക്ക് നാളികേരം ചിരകിയത് അരച്ചെടുക്കാനാണെങ്കിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നാളികേരം അരച്ചെടുക്കുന്നതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്, കാരണം കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് അതിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ അപ്പം നാളികേരം അരച്ചതിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ചേർക്കാനുള്ളത് നമുക്കിനി കുറച്ച് വേപ്പിൻ്റെ ഇല ഇതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ ചുവന്നുള്ളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഇതുപോലെ വറുത്തെടുക്കണം. നാളികേരക്കൊത്ത് മെയിനായിട്ട് വേണ്ടത്, അപ്പോൾ നാളികേരക്കൊത്തും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. ഈ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് തരണ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് അധികം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഞാനൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ നാളികേരക്കൊത്ത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വെളിച്ചെണ്ണയുടെയും പിന്നെ അതുപോലെ ഈ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണം, അത് വരുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് നല്ല ടേസ്റ്റുള്ള പോലെ നമുക്ക് എന്താ പറയുക, ചില മണങ്ങളുണ്ടല്ലോ നമുക്കിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ, അതുപോലെ ആ വെളിച്ചെണ്ണയുടെയും നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള മണം വരുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, സ്വീറ്റായിട്ടുള്ള ഒരു കാര്യമില്ലെങ്കിലും നാളികേരക്കൊത്ത് ഇട്ടത് കടിക്കുമ്പോൾ, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയുടെ ആ ഒരു, ഞാനിപ്പോൾ ഇവിടെ ആദ്യം നാളികേരക്കൊത്ത് വറക്കാൻ വെച്ചിട്ടു. അപ്പോൾ നല്ല നൈസാക്കിയിട്ട് കനം കുറച്ചിട്ടാണ് നമ്മളിത് നാളികേരക്കൊത്ത് എടുത്താണ്. എന്നിട്ട് ഇതിനെ നന്നായി ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇതിട്ട് വറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും, വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെ ഒക്കെ. ഇനി ഇതിലിടുന്ന എല്ലാതും അങ്ങനെ ഇങ്ങനെയായിരിക്കും. ചുവന്നുള്ളി ആയാലും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറക്കാന്ന് പറയുമ്പോൾ ആലോചിക്കാമല്ലോ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അതിലേക്ക് വേപ്പിൻ്റെ ഇല നന്നായി മുരിച്ചെടുത്തിട്ടുള്ളത് ചേർക്കാണ്. അപ്പോൾ വേപ്പിൻ്റെ ഇലയുടെ അളവ് എൻ്റെ കുറച്ച് കുറഞ്ഞു പോയി, കുറച്ചുകൂടി അധികം എടുക്കണതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളിവിടെ ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നമുക്കിവിടെ വീട്ടിലൊക്കെ നമ്മുടെ അവിടെയൊക്കെ വേപ്പിൻ്റെ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം എടുക്കായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ ചുവന്നുള്ളി, അങ്ങനെ വേപ്പിൻ്റെ ഇല ചേർത്തു. പിന്നെ ചുവന്നുള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതായത് മഞ്ഞൾപ്പൊടിയുടെ ഒരു കളറും കൂടി വരുമ്പോഴാണ് ഈ ഒരു ഇണ്ടോറിയപ്പത്തിൻ്റെ കളറ് നമുക്ക് കിട്ടുന്ന ഒരു കളറിലേക്ക് ആവാം. ബാറ്ററിൻ്റെ ഇത് കാണുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു കട്ടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും അതിലേക്ക് കൂടുതൽ
കൂടുതലായിട്ട് ആഡ് ചെയ്യുക. കുറവ് ഇട്ടിട്ട് നോക്കായിരിക്കും നല്ലത്. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം കുറച്ച് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാൻ പറ്റും. ആദ്യം തന്നെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചധികം ആഡ് ചെയ്യണം കേട്ടോ. ഇണ്ടറിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് കട്ടിയിലാണ് നമ്മളിതിൻ്റെ മാവ് ഒഴിക്കുക. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, അത് ഫുള്ളായിട്ട് ഇതാവാൻ വേണ്ടിയിട്ടുള്ളത് അത്രയും വെളിച്ചെണ്ണ ആവശ്യമുള്ളതുകൊണ്ട് പാൻ നിറച്ച ആവുന്ന രീതിയിൽ വേണം നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു 2 കയ്യിൽ ഞാൻ എടുക്കുന്ന ഇതേപോലത്തെ 2 കയ്യിൽ നമുക്ക് ഇതിലേക്ക് ആ മാവ് ഒഴിക്കാം കേട്ടോ. ഒറ്റതല്ല, 2 കയ്യിൽ ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മളൊന്ന് പരത്തിയൊരു റൗണ്ട് ഷേപ്പ് ആവുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്ത സൈഡ് കൂടി തിരിച്ചിട്ടിട്ട് നമ്മുടെ ഈ അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നും കൂടിയും പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ഇണ്ടറിയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ എല്ലാ സൈഡിലും ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ചില ആളുകൾ ഇത് സ്റ്റീം ചെയ്ത് കൊടുക്കാറുണ്ടെന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇണ്ടറിയപ്പം അല്ലെങ്കിൽ ഇൻട്രിയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം മതി. എല്ലാം അപ്പം തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. ആകെ കൂടി നമുക്ക് ഉഴുന്നൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാനുള്ള കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ മാത്രം മതി. പിന്നെ നല്ല വെളിച്ചെണ്ണയിലും മൊരിഞ്ഞെടുക്കണതാണ് ടേസ്റ്റ്. ചില ആൾക്കാർ ചില സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് വെറുതെ ആവിയിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 1 ഗ്ലാസ് അളവ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു 4 എണ്ണം എന്തായാലും കിട്ടും കേട്ടോ. അതായത് 2 കയ്യിൽ 2 സ്പൂണാണ് നമ്മൾ ഒരു സമയത്ത് കോരി വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു 4 അപ്പം ഇണ്ടറിയപ്പം ഇതുപോലത്തെ 4 എണ്ണം കിട്ടും. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇവിടെ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പൊ അത് എടുത്തു വെച്ചു. ഇനി ഇത് കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ചൂടോടെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ 3 എണ്ണം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിവിടെ എല്ലാവരും കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ചിലപ്പോഴേ കഴിക്കുള്ളൂ. വെറുതെ ടേസ്റ്റ് നോക്കി ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ എന്നാലും ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കാണെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ എന്താണെന്ന് ചെയ്യാറെന്നുള്ളതൊക്കെ ഒന്ന് അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണം. എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് കടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ നാളികേര കൊത്ത് കടിക്കുന്നതും പിന്നെ വേപ്പിൻ്റെ ഇലയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തവരാണെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ സ്പെഷ്യൽ എന്നല്ല, അല്ലാണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചായക്കൊരു സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. ഇനിയിപ്പോൾ അത് പെസഹ വരുന്ന സമയത്തും നമുക്ക് പെസഹ അപ്പം എന്നൊക്കെ രീതിയിലാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒന്നും അല്ലെങ്കിൽ തന്നെ ഒരു സ്നാക്സ് എന്ന രീതിയിലും ഉണ്ടാക്കാം.